ഹലോ ഹായ് ഋസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിൽ കട്ട്ലൈറ്റ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ സോസ് ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ സോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, കാണാത്തവർ കാണുക കേട്ടോ. ക്രിസ്പി ആയിട്ടുള്ള ഈ കട്ട്ലൈറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിനുശേഷം ഓരോ ബ്രെഡും ഇതിൽ ചെറുതായി ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ബ്രെഡും വെള്ളത്തിലൊന്നിട്ട് നനച്ച് നല്ല രീതിയിൽ വെള്ളം കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 മുട്ടയാണ് കേട്ടോ, അതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അവിടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകളായി എടുത്ത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിലൊന്ന് വട്ടത്തിലാക്കി എടുക്കാം കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ബ്രെഡ് ഞാൻ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ കട്ട്ലേറ്റും ഈ ബ്രെഡ് ക്രംസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത ഓരോ കട്ട്ലേറ്റും അതിലേക്ക് ഇട്ടുകൊടുക്കാം. അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ടെടുത്ത് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് കൂടുതൽ വേവൊന്നും ഇതിന് ആവശ്യമില്ല, കൂടുതൽ എണ്ണയും ആവശ്യമില്ല, പെട്ടെന്ന് ഇത് റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയില്ല എന്നാരും പറയരുത്, ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കണ്ട് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ചായക്കൊപ്പം കഴിക്കാം, അല്ലാണ്ടെങ്കിൽ ഇതുപോലെ കെച്ചപ്പും കൂട്ടി കഴിക്കാം. വളരെ നല്ല ടേസ്റ്റാണ്.